We are on the way. ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ കമാനത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നതാണ്. എന്താ നീനാണ് ഇതുപോലെ അങ്ങോട്ട് തട്ടിക്കൂടി ആയി കഴിഞ്ഞാൽ അങ്ങനല്ല ഇങ്ങനെ കളിക്കാൻ വിളിക്കാം. എമറാത്തി ഡാൻസ് കളിച്ച ആ മിടുക്കി കുട്ടികൾ ഇവിടെ ഉണ്ടോ? ഷഹീൻ, ഷറഫുദ്ദീൻ, മോഹസിൻ, അസ്ല ആൻഡ് അഫ്ല. സംഘാടകർ ഒന്ന് നമ്മുടെ കുട്ടികളെയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ. എമറാത്തി ഡാൻസ് കളിച്ച ആ മിടുക്കിമാരും മിടുക്കന്മാരും ഇവിടെ ഉണ്ടോ? മിടുക്കന്മാരാണോ? തീർത്തുണ്ട്, മിടുക്കിമാരല്ല, മിടുക്കന്മാരാണ്. ഓക്കെ, വേദിയിലേക്ക് അയൂബ് ഖയും താഹ മാസ്റ്ററും ജോയിൻ ചെയ്യാണ്. അയൂബ് ഖയും താഹ മാസ്റ്റർ ഒരുമിച്ചാണ് ഇവർക്കുള്ള സമ്മാനങ്ങൾ കൈമാറുന്നത്. വേദിയിൽ ഷഹീൻ, ഷറഫുദ്ദീൻ, മോഹസിൻ, അസ്ല ആൻഡ് അഫ്ല.
ഒരു നല്ല കൈയടി പാസ്സാക്കിക്കേ. ഇതൊരു ടീം സ്പിരിറ്റ് ആണ്, പിന്നെ സമയം ലാഭിക്കാനാണ് നമ്മൾ ഒരുമിച്ച് വിളിച്ചത്. എന്തായാലും PWCയുടെ ഈ ഒരു വേദിയിൽ നമ്മൾ ആ ഒരു അംഗീകാരം നൽകിയവർ ആദരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ക്ഷീണിച്ചു തുടങ്ങിയോ? വിശന്നിട്ടാണോ കൈയടിക്കാതെ? പുറത്ത് ഫുഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ, ഒന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. കൊടുത്തോളൂ. നിറഞ്ഞ കയ്യടിയോടെ ഒരു ഫോട്ടോ സെഷന് ശേഷം നമ്മൾ ഇവരെ തിരിച്ച് സന്തോഷപൂർവ്വം താഴത്തേക്ക് ഇറക്കുകയാണ്. അയ്യൂബ്ക്കും താഹ മാസ്റ്റർക്കുള്ള പ്രത്യേക സ്നേഹം ഈ വേദിയിൽ വെച്ച് അറിയിക്കുന്നു. അടുത്ത ഗാനത്തിനായി അനീഷ് റഹ്മാൻ, ഒപ്പം വേദിയിലേക്ക് ഷഹജ ജോൺ. നിഷാഫാണോ? ഓക്കെ, 4 ലാസ്റ്റ് 5ാമത്തെ ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണ്. ഹോട്ട് ബോട്ടിന്റെ വിജയി അലി കെ പി. അലി നമ്മുടെ പ്രിയപ്പെട്ട PWCയുടെ കരങ്ങൾക്ക് നെല്ലറ ഗ്രൂപ്പിന്റെ ഒരു സ്പെഷ്യൽ സമ്മാനമാണ് നമ്മൾ ഈ വേദിയിൽ വെച്ച് കൈമാറുന്നത്. നെല്ലറ ആശംസയ്ക്കുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ PWCയുടെ പേരിൽ അറിയിക്കുന്നു. PWCയുടെ വുമൻസ് വിങ്ങിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കൂടിയാണ് ഈ സ്ത്രീകൾ. ഇവർക്കുള്ള പ്രത്യേക അനുമോദനം ഒരിക്കൽ കൂടി പൊന്നാനി വെൽഫെയർ കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുകയാണ്. സമൂസ ഒന്നും കഴിച്ചവര് കൈയടിക്കില്ലല്ലോ, ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും സമ്മാനം കിട്ടിക്കഴിഞ്ഞ ഒരു ഫോട്ടോ സെഷന് ശേഷം നമ്മൾ അടുത്ത ലാസ്റ്റ് റൗണ്ട് മെയിൻ ലക്കി ഡ്രോയിലേക്കാണ് കടക്കുന്നത്. ഫോട്ടോ സെഷന് ശേഷം മ്യൂസിക്കോ കുറച്ചുകൂടി ഒരു ഉഷാറുള്ള മ്യൂസിക് ഇട്ടോ. സ്പെഷ്യൽ അടുത്തതായി മുത്തായക്കുറ്റി എന്നാ പറയാ. ഈ പൊന്നാനിയിലെ റംസാൻ മാസങ്ങളിൽ ഒരു മാസം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ മുത്തായ എന്ന് പറയുന്നത് തറാവി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ സൽക്കാരുണ്ട്, അതിന് മുത്തായ എന്നാ പറയാ. പൊന്നാനിയുടെ പൈതൃകങ്ങൾ കടൽ കടന്ന് ദുബൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുത്താഴക്കുറ്റി മാത്രമല്ല, പൈതൃക കാഴ്ചകൾ ഇനിയുമുണ്ട്.
ഓലയിൽ എഴുതിയ പഴയ ആധാരങ്ങൾ മുതൽ ആദ്യകാലത്തെ ഇലക്ട്രിക് സ്വിച്ചുകൾ വരെ. പൊന്നാനിയുടെ പൈതൃക വസ്തുക്കൾ ശേഖരിക്കുന്ന തിണ്ടീസാണ് പൊന്നാനി വെൽഫെയർ കമ്മിറ്റിയുടെ 50ാം വാർഷികത്തിന് ഇവ ദുബൈയിലെത്തിച്ചത്. പൊന്നാനിയുടെ പഴയ പേരാണ് തിണ്ടീസ്. തുറമുഖ നഗരം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്, തിണ്ടീസ് എന്നുള്ള പേര്. അപ്പോൾ നമ്മുടെ തിണ്ടീസ് എന്നാണ് നമ്മുടെ ഈ സ്ഥാപനം പേരിട്ടിരിക്കുന്നത്. പൊന്നാനിക്ക് ഒരുപാട് പൈതൃകങ്ങളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. കാരണം പണ്ടൊരു തുറമുഖ നഗരമായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളുടെ എന്താ പറയുക, നമ്മുടെ പൊന്നാനിയുമായി ബന്ധപ്പെട്ട് അവരുടെ സംസ്കാരങ്ങളൊക്കെ നമ്മളിലേക്കും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കുറച്ചത് അസ്തമയങ്ങളിലാണ്. മുട്ടയില്ലാത്ത മുട്ടപ്പത്തിരി പൊന്നാനിയുടെ മാത്രം പ്രത്യേകതയാണ്. പൊന്നാനിക്കാരുടെ ദേശീയ ഭക്ഷണം. മുട്ടപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. മുട്ടപ്പത്തിരി അതന്നെ ഞങ്ങളുടെ ഒരു ദേശീയ പലഹാരമാണ്. രാവിലെ ആദ്യം തന്നെ തുടക്കം മുട്ടപ്പത്തിരിയിലാണ്. മുട്ടപ്പത്തിരി നിന്നാണ് ഞങ്ങൾ പിന്നെ ഫുഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുട്ടപ്പത്തിരി ഞങ്ങളെ ദേശീയ പലഹാരം. മുട്ടയില്ലാത്ത പപ്പടപ്പത്തിരി എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അങ്ങനെ പേര് മാറ്റണമെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. കാരണം ഇതുവരെ മുട്ടപ്പത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മുട്ടയില്ലാത്ത മുട്ടപ്പത്തിരി അല്ലേ, അപ്പോൾ അത് കാരണം പപ്പടപ്പത്തിരി എന്ന് ആക്കിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറവിയിലേക്ക് മറയുന്ന പൊന്നാനിയുടെ 40ലേറെ ഓർമ്മചിത്രങ്ങളുമായാണ് കുവൈത്തിൽ പ്രവാസിയായിരുന്ന ഭാസ്കർ ദാസ് ദുബൈയിലെ ഈ ആഘോഷത്തിന് എത്തിയത്. പ്രവാസിയായിരിക്കുന്ന കാലത്താണ് ഇതിനുള്ള ചിന്തകൾ വരുന്നത്. ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാനും സ്വന്തം നാടിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് ഇത് വരുന്നത്. ഇതൊരു 10 വർഷം മുമ്പ് ഇതിൻ്റെ ചിന്തകൾ തുടങ്ങി വരച്ചുകൊണ്ടിരിക്കുക. 10 വർഷമായിപ്പോൾ ഏകദേശം ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് പൊന്നാനി കാഴ്ചകൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഇതുപോലെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഈ മണ്ണിൽ വന്നുള്ള ആലോചന, ഈ മണ്ണിൽ തന്നെ അത് ആദ്യത്തെ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് സംഘടിപ്പിച്ചത് PWC ആണ്. ആ വഴിക്കാണ് നമുക്ക് കിട്ടിയത്. എഴുത്തിൻ്റെ ലോകത്തെ പൊന്നാനിയുടെ പൈതൃകം കൂടി ഈ മേള അടയാളപ്പെടുത്തുന്നുണ്ട്. പൊന്നാനിയിലെ പഴയ എഴുത്തുകാരെയും പുതിയ എഴുത്തുകാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സാഹിത്യത്തിൽ ഒരു കൃത്യമായ പാരമ്പര്യമുണ്ട് പൊന്നാനിക്ക്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാട് പൊന്നാനിയുടെ നിളക്കപ്പുറവും ഇപ്പുറം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ സ്ഥലവുമാണ്. ഈ പൊന്നാനി കളരി എന്ന് പറയുമ്പോൾ അക്കാലത്ത് ഇടശ്ശേരി, ഉറൂബ്, അക്കിത്തം, എം ഗോവിന്ദൻ, കടനാട് കുട്ടീഷൻ മുതലായ പേര് അന്നിങ്ങനെ നിരന്തരം കൂടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ തലമുറ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്നാനിയുടെ 50ാം വാർഷിക, പിന്നെ പൊന്നാനി കൂട്ടായ്മ ഗൾഫിലെ പ്രവാസി കൂട്ടായ്മ 50ാം വാർഷിക ഒരു ഹെറിറ്റേജും അതോടൊപ്പം തന്നെ സാഹിത്യത്തിൻ്റെ ഒരു പാരമ്പര്യം. അപ്പോൾ ഇതിൽ പിന്നെ കേരളത്തിൻ്റെ ആധികാരികമായ ആദ്യത്തെ ചരിത്ര പുസ്തകം എഴുതുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയാണ്. പൊന്നാനിയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ 50 വർഷം മുമ്പ് തുടങ്ങിയ കൂട്ടായ്മയാണ് പൊന്നാനി വെൽഫെയർ കമ്മിറ്റി. പുതിയ തലമുറയെ തങ്ങളോട് ചേർത്ത് നിർത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ ആഘോഷം. 50 വർഷം കഴിഞ്ഞു പോലും പൊന്നാനി വെൽഫെയർ കമ്മിറ്റി എന്തൊക്കെ ചെയ്തു. കാരണം ഇതുവരെ ഞങ്ങളൊക്കെ ചെയ്ത് നിശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് 2 ലക്ഷ്യം ഇതിലുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആര് ഞങ്ങളിൽ നിന്ന് സഹായം വാങ്ങിക്കുന്നു അവരെ പറ്റി അറിയിക്കരുത് എന്നുള്ളതുണ്ട്. കിട്ടുന്ന ആൾക്കാരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് അധികവും പുറത്തിറങ്ങിയത്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. പൈതൃക പെരുമയുടെ ആഘോഷം പലർക്കും പുതിയ അനുഭവം കൂടിയായിരുന്നു. നമ്മുടെ അമ്പായത്തിലയുടെയും കോഴിയുടെയും നമ്മുടെ തനതായ ഭക്ഷണങ്ങൾ. സാധാരണ നമ്മൾ ഈ ഗൾഫിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും കാണാനോ കഴിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ കണ്ടത് ഞങ്ങളുടെ പൊന്നാനിയുടെ പലഹാരങ്ങളാണ് മെയിനായിട്ട് പോയിട്ട്. ഞങ്ങളുടെ പലഹാരങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള മുട്ടപ്പത്തിരി, മുട്ടസുർക്ക, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. കല്യാണം ഇവിടെ സെറ്റിലായതുകൊണ്ട് ഇവിടുത്തെ ബിസി ഷെഡ്യൂളായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ മറന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുറേ നൊസ്റ്റാൾജിയ, പിന്നെ കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാർ. ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാവരും ബിസിയല്ലേ, അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും കണ്ട് പരിചയപ്പെട്ട് പുതുക്കി. ഒത്തുചേരൽ ആഘോഷമാക്കാൻ നാട്ടിൽ നിന്നെത്തിയവരും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ദുബൈയിലെത്തിയവരുമുണ്ട്. ശരിക്കും ഞാൻ സത്യത്തിൽ നാട്ടിൽ നിന്ന് വന്നാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നാണ്. ഇത് ഒരു 5 വർഷമായി ഞാൻ ഇവിടുന്ന് വിട്ടുപോയിട്ട്. പക്ഷേ ഈ ഒരു ഓളുണ്ടല്ലോ, ഇത് സത്യത്തിൽ നമ്മൾ നാട്ടിൽ പോലും കാണാൻ പറ്റില്ല. നമ്മൾ പൊന്നാനിന്ന് വന്ന ഒരു പ്രതീതിയുണ്ട്. അത്രയും അധികം ആളുകളോട് ഒന്നിച്ചുകൂടുണ്ട് പൊന്നാനി. ഞങ്ങളിപ്പോൾ നിങ്ങൾ ഈ ശബ്ദം കേൾക്കില്ല, ഇതാണ് ഞങ്ങൾ മുത്തായപടി. ഇതൊക്കെ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ്. പൊന്നാനിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ പൊന്നാനിക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുമാത്രമല്ല, ഞാൻ 30 വർഷമായിട്ട് ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന് കാണാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവരെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇത് വരുന്നു. ഞാൻ റിയാദിൽ നിന്ന് വന്നാണ്, ഇതിന് പ്രതിനിധിയായിട്ട് വന്നാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടും
പൊന്നാനിക്ക് വേണ്ടിയുള്ള ചെയ്ത സഹായങ്ങളെ പറ്റിയിട്ട് പറയാൻ പറ്റുമോ? യാസിർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഇതുപോലെ അങ്ങോട്ട് തട്ടിക്കൊടുക്കും. ഫേസ് ആയി കഴിഞ്ഞാൽ